ഹായ് ഓൾ ഫ്രണ്ട്സ്. ഒരുപാട് വ്യക്തികൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഹൈറിച്ചിൽ നിന്നും റീപർച്ചേസ് ചെയ്യുക, നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവരിലേക്കാണ് ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് www.highreach.in എന്നടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആദ്യം കാണുന്ന ഒരു ഇൻ്റർഫേസിൽ നമ്മൾ പിൻകോഡ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ നാട്ടിലെ പിൻകോഡ് 673637 അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ബാർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഹോം കാണാം, FMCG കാണാം, ഫസ്റ്റ് പർച്ചേസ് കാണാം, റീപർച്ചേസ് കാണാം. ഈ റീപർച്ചേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്രൊഡക്റ്റിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. അപ്പം ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പ്രൊഡക്റ്റ് കാണാം, ഡീറ്റെയിൽസ് കാണാം, എല്ലാം കാണാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആഡ് ടു കാർട്ടിലേക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് മുകളിൽ കാണാം ഒരു ബാസ്ക്കറ്റ്, ഒരു 4 എന്ന ഒരു നമ്പറും കാണാൻ പറ്റും. അവിടെ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുവരെ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കാണാൻ പറ്റും. അതിൻ്റെ എമൗണ്ട് കാണാൻ പറ്റും, അതിൻ്റെ ടോട്ടൽ BV കാണാൻ പറ്റും. ഈ പർച്ചേസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന BV എത്രയാണെന്ന് കാണാൻ പറ്റും. ലാസ്റ്റ് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പർച്ചേസിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതല്ല, നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഈ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ID-യും പാസ്വേഡും ചോദിക്കുന്ന ഒരു ഇതാണ് വരിക. അവിടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ID-യും പാസ്വേഡും ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ ID-യും പാസ്വേഡും അടിച്ചു കൊടുക്കുക, തെറ്റാതെ അടിച്ചു കൊടുക്കുക. രണ്ടാമത് മൊബൈൽ നമ്പറാണ് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാപ്ച കോഡ് കാണും, ഇത് സെക്യൂരിറ്റിൻ്റെ ഭാഗമാണ്, അതും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് വീണ്ടും നമ്മളെ ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളോട് ചോദിക്കും, നമ്മൾ അഡ്രസ്സ് ചോദിക്കും. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ്. രണ്ടാമത് ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ ഷിപ്പിംഗ് അഡ്രസ്സ് മാറ്റം വരുത്താം. അതല്ല എങ്കിൽ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ വീട്ടിലേക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹൈറിച്ചിൽ നിന്ന് മാക്സിമം എല്ലാവരും റീപർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. റീപർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിലക്കുറവ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വരുമാനം നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു അവസരം എത്തിച്ചു കൊടുക്കുക. താങ്ക്